നമസ്കാരം. വലിയ ആശയങ്ങളൊക്കെ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ശക്തി അത് നിങ്ങളുടെ തലയ്ക്കകത്താണ് ഇരിക്കുന്നതെങ്കിലോ? 1952 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫോഴ്സ് നമ്മുടെ ചിന്തകളാണെന്നാണ്. അപ്പോ ഈ ആശയത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ പറയുന്ന ശക്തി? ചിന്തകളുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു വെറും ഭംഗിവാക്കല്ലേ കേട്ടോ. ഈ ലേഖനമനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ ശക്തിക്ക് ഭൗതികമായൊരടിത്തറയുണ്ട്. ചിന്തകൾക്ക് ഇലക്ട്രിസിറ്റിയെക്കാളും, എന്തിന് പ്രകാശത്തെക്കാളും വേഗതയും ശക്തിയുമുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ ശരി, ഈ ചിന്തകൾക്ക് ഇത്രയും പവറുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ലേഖനം അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ ലേഖനം ചിന്തകളെ വെറുമൊരു ഫീലിംഗ്സായിട്ടല്ല കാണുന്നത്, മറിച്ച് ശരിക്കുമുള്ള കണികകളായിട്ടാണ്. അതായത് ആറ്റംസ് പോലെ. ഈഥർ എന്ന് പറയുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരുതരം സൂക്ഷ്മമായ മൂലകം കൊണ്ടാണത്രേ ഈ കണികകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടുകാലത്ത് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്ന ഒരു സാങ്കല്പിക മാധ്യമമാണ് ഈഥർ. ഈ ചിന്തകൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ 4 സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സാണിവർ പറയുന്നത്. ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോലെ. ആദ്യം നമ്മുടെ മനസ്സ് ഒരു ചിന്തയുണ്ടാക്കുന്നു. പിന്നെ നമ്മുടെ തലച്ചോറ് ഒരു ഡൈനാമോ പോലെ പ്രവർത്തിച്ച് അതിനെ പുറത്തേക്ക് ഒരു തരംഗമായി അയക്കുന്നു. ഈ തരംഗം ഈഥറിലൂടെ സഞ്ചരിച്ച് നമ്മുടേതിന് സമാനമായ ചിന്തകളുള്ള മറ്റൊരാളുടെ മനസ്സിൽ ചെന്ന് എത്തുന്നു. ഇത് കേൾക്കുമ്പോൾ ടെലിപ്പതി പോലെയൊക്കെ തോന്നുന്നില്ലേ? ഇനി വേഗതയുടെ കാര്യം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. 1 മിനിറ്റിൽ 10 ലക്ഷം മൈലിൽ കൂടുതൽ വേഗതയുണ്ടെന്നാണ് ഈ ലേഖനം അവകാശപ്പെടുന്നത്. അതായത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ. ഇതിന് കാരണമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിന്തകൾ വെറും ഊർജ്ജമല്ല, അതിന് സ്വന്തമായി ഒരു ബോധമുണ്ട് എന്നാണ്. ഇനി ഇതിലെ ഏറ്റവും രസകരമായൊരു ഭാഗത്തേക്ക് വരാം. ഈ ചിന്താതരംഗങ്ങളെയും അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെയും കുറിച്ച് ഈ ലേഖനം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു തരം കാന്തം പോലെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. അതായത് നമ്മൾ എന്ത് പുറത്തേക്ക് വിടുന്നോ അത് തന്നെ നമ്മളിലേക്ക് തിരികെ വരും. നല്ല ചിന്തകളാണെങ്കിൽ അത് ആരോഗ്യത്തെയും വിജയത്തെയുമൊക്കെ ആകർഷിക്കും. അതേസമയം മോശം ചിന്തകളാണെങ്കിലോ അത് രോഗങ്ങളെയും നിരാശയെയുമൊക്കെ ക്ഷണിച്ചു വരുത്തും. നല്ല ചിന്തകൾക്ക് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇതൊരു നല്ല ഉദാഹരണമാണ്, അല്ലേ? സന്തോഷമുള്ളൊരു കാര്യം ഓർക്കുമ്പോഴേക്കും നമ്മുടെ മുഖമൊന്ന് തെളിയും. റോസാപ്പൂ വിരിയുന്നത് പോലെ മുഖം പ്രകാശിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അതേസമയം നേരെ തിരിച്ചും സംഭവിക്കാം. ഭയപ്പെടുത്തുന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്തെ ചോരയൊക്കെ വറ്റിപ്പോകുന്നതുപോലെ തോന്നാറില്ലേ? അതെ, ഭയം പോലുള്ള ചിന്തകൾക്ക് നമ്മുടെ ജീവശക്തിയെ ഇല്ലാതാക്കാൻ കഴിയും. അതായത് മനസ്സിനും ശരീരത്തിനും തമ്മിലുള്ള ഈ ബന്ധം അന്നത്തെ കാലത്തുപോലും ഒരു ചികിത്സാരീതിയായി കണ്ടിരുന്നു എന്നുള്ളതാണ് രസകരം. സൈക്കോതെറാപ്പി അല്ലെങ്കിൽ പ്രാണചികിത്സ എന്നൊക്കെ പറയുന്ന രീതികളിലൂടെ രോഗിയുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റി രോഗങ്ങളെ ഭേദമാക്കാൻ വരെ ശ്രമിച്ചിരുന്നു. ഇന്ന് നമ്മൾ മൈൻഡ് ബോഡി കണക്ഷൻ എന്നൊക്കെ പറയുന്നതും ഇതുതന്നെയാണ്. ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുക? അതാണ് അടുത്ത നിർണായകമായ ചോദ്യം. ഈ ലേഖനത്തിന്റെ എല്ലാം കാതലായ ആശയം ഒരുപക്ഷെ ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും നമ്മൾ. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. അപ്പോൾ പിന്നെ ഈ ശക്തിയെ എങ്ങനെ നമുക്ക് അനുകൂലമായി ഉപയോഗിക്കാം? അതിനും ഈ ലേഖനം കുറച്ച് വഴികൾ പറയുന്നുണ്ട്. എപ്പോഴും നല്ലതും ഉന്നതവുമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുക. അപകർഷതാബോധവും സങ്കടവും തരുന്ന ചിന്തകളെ മനഃപൂർവ്വം ഒഴിവാക്കുക. നമ്മുടെ കഴിവുകളിൽ നമുക്ക് നല്ല വിശ്വാസം വേണം. നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കണം. നമ്മളെല്ലാവരും ജനിച്ചത് ജയിക്കാനാണെന്ന് എപ്പോഴും ഓർക്കുക. ഇതിലൊരു കാര്യം അവർ വളരെ ശക്തമായി പറയുന്നുണ്ട്: നിരാശ ഒരു പാപമാണ് എന്ന്. അതായത് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതൊരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ് എന്നർത്ഥം. പ്രതീക്ഷയും വിശ്വാസവുമാണ് മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ മരുന്ന്. അപ്പോ അവസാനം ഈ 1952 ലേഖനം നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കാൻ തിരഞ്ഞെടുക്കും? ഈയൊരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.